ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 19 വിശുദ്ധ ലയോ 9 മാർപ്പാപ്പയുടെ തിരുനാൾ. ഇപ്പോഴുള്ള ഫ്രാൻസിന്റെ ഭാഗമായ അൽസസ് എന്ന രാജ്യത്ത് കോൺറാഡ് ചക്രവർത്തിയോട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ 1002 ലയോ ജനിച്ചു. ജ്ഞാനസ്നാന പേര് ബ്രൂണോ എന്നായിരുന്നു. ടൂളിലെ ബിഷപ്പ് ബെർത്തോൾഡാണ് ലയോയ്ക്ക് വിദ്യാഭ്യാസം നൽകിയത്. വിദ്യാഭ്യാസ ശേഷം കത്തീഡ്രൽ ദേവാലയത്തിൽ കാനനായി. അക്കാലത്ത് പ്രാർത്ഥനയും ജ്ഞാനവായനയും പഠനവുമായിരുന്നു ലയോയുടെ പ്രധാന തൊഴിൽ. ഉല്ലാസ സമയത്ത് ആശുപത്രി സന്ദർശിക്കുകയും സാധുജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. 1062 24-ാമത്തെ വയസ്സിൽ ടൂളിലെ ബിഷപ്പായി എന്ന് പറയുമ്പോൾ ലയോയുടെ വിദ്യാഭ്യാസവും സുഹൃതവും എത്ര ശ്രേഷ്ഠമായിരുന്നിരിക്കണം. വൈദികരുടെയും സന്യാസികളുടെയും ജീവിത പരിഷ്കരണമായിരുന്നു യുവാവായ ബിഷപ്പിന്റെ പ്രഥമ ലക്ഷ്യം. കാനോന നമസ്കാരവും ദേവാലയ ഗാനങ്ങളും ഉചിതമായി ചൊല്ലുന്നതിന് അദ്ദേഹം അത്യന്തം പ്രോത്സാഹിപ്പിച്ചിരുന്നു. എളിമയുടെ പരിശീലനത്തിന് ദിവസം തോറും ഏതാനും ദരിദ്രരുടെ പാദങ്ങൾ ബിഷപ്പ് ബ്രൂണോ കഴുകിയിരുന്നു. അനുസൂത പ്രായച്ചിത്തമായിരുന്നു ബ്രൂണോയുടെ ജീവിതം. ക്ഷമയും ശാന്തതയുമാകുന്ന കരങ്ങൾ കൊണ്ടാണ് വൈരാഗ്യത്തെയും അസൂയയെയും ബ്രൂണോ വിജയിച്ചിരുന്നത്. 1049 ഫെബ്രുവരി 12-ാം തീയതി 47-ാമത്തെ വയസ്സിൽ സാർവത്രികമായ അംഗീകാരത്തോടെ ബിഷപ്പ് ബ്രൂണോ പാപ്പാസ്ഥാനം ഏറ്റെടുത്തു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് മൈക്കൽ സെറുളാരിയൂസ് പൗരസ്ത്യ ശീശ്മ പൂർത്തിയാക്കി. ലയോ പാപ്പയുടെ ഹൃദയത്തെ ഭേദിച്ച സംഭവമായി. നോർമൻകാർ പേപ്പൽ രാജ്യങ്ങൾ ആക്രമിക്കുകയും മാർപ്പാപ്പയെ തടവിലാക്കുകയും ചെയ്തു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജയിലിൽ വെറും നിലത്തും കിടന്ന് ഒരു പാറക്കല്ല് തലയണയായും രോമച്ചട്ട ധരിച്ചുമിരുന്ന് 1 കൊല്ലത്തോളം ജയിലിൽ കിടന്ന ബ്രൂണോ രോഗിയായി. നോർമൻകാർ ബ്രൂണോയെ റോമിലെത്തിച്ചു. 1054 ഏപ്രിൽ 19-ാം തീയതി ലയോ പാപ്പ ദിവംഗതനായി. വിശുദ്ധ ലയോ പാപ്പ ഞങ്ങൾക്കു വേണ്ടിയും തിരുസഭ മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.
അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.